എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഹ്യൂമനിസം മാനവികത എന്ന ചാപ്റ്ററിലെ മൂന്നാമത്തെ ഭാഗവുമായിട്ട് വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ കയറി കാണുക. എൻ്റെ പേര് ആശ. അപ്പം ഞാനിതുവരെ എൻ്റെ പേര് പറഞ്ഞിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ കഴിഞ്ഞ 2 വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ചോദിക്കാൻ മറന്നു പോകരുത്. അപ്പം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്തിനെ പറ്റിയിട്ടായിരുന്നു? നമ്മൾ ആ പ്ലേഗിൻ്റെ വ്യാപനത്തെ പറ്റിയിട്ടും അന്ന് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെയൊക്കെ പറ്റിയിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ റീഡിങ് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. The Black Death is the epidemic that ravaged Europe between 1347 and 1351. Black boils appeared on those who were affected by the disease. That is why the disease is known as Black Death. This epidemic spread through the fleas carried by rat that reached the European ports via merchant ships. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന, നമ്മൾ പറഞ്ഞു ഈ പ്ലേഗിനെ, ബ്യൂബോണിക് പ്ലേഗിനെ ബ്ലാക്ക് ഡെത്ത് എന്നുകൂടി പറയുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഡെത്ത് ആ ഇറ്റലിയെ ദോഷമായിട്ട് ബാധിച്ചതെന്ന് നമ്മൾ പറഞ്ഞു. ഇതെങ്ങനെയാണ് അങ്ങോട്ട് എത്തിയെന്ന് നമുക്ക് നോക്കാം. 1347 1351 ഇടയിൽ ആണ് യൂറോപ്പിനെ തകർത്തെറിഞ്ഞ പ്ലേഗ് എന്ന് പറയുന്ന മഹാമാരി അവിടെ സംഭവിക്കുന്നത്. ഈ പ്ലേഗിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ബ്ലാക്ക് ഡെത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിന് അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഈ രോഗം ബാധിച്ച് മരിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ രൂപപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് അതിനെ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ കറുത്ത മരണമെന്ന് വിളിച്ചിരുന്നത്. ഇനി എങ്ങനെയാണ് അവിടെ പ്ലേഗ് ബാധിക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാണിജ്യത്തിനായിട്ട് വന്ന കപ്പലുകളിൽ എലികളുണ്ടായിരുന്നു. ആ എലിച്ചെള്ളുകളിൽ നിന്നൊക്കെയാണ് യൂറോപ്പിലെ പ്ലേഗ് പടർന്നു പിടിച്ചതെന്ന് മനസ്സിലാക്കി വെച്ചോളുക. എക്സ്ട്രാ റീഡിങ്ങിൽ ആയിട്ട് പിന്നെ കൊടുത്തിരിക്കുന്നത് എ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓഫ് യൂറോപ്യൻ റിനൈസൻസ്. സെവറൽ ആർഗ്യുമെൻറ്റ്സ് ഹാവ് എമർജ്ഡ് ഓഫ് late challenging the conventional view that the Renaissance originated in Europe. Works like Stolen Legacy by George James, Black Athena, The Afro-Asiatic Roots of Classical Civilization by Martin Bernal present alternative perspectives. They are of the view that colonial historians have perpetuated a Eurocentric narrative portraying Europe as the sole hub of civilization. They dismiss the contributions of other countries. According to these cities, this biased approach has led to the marginalization of non-European cultures, implying that only Europeans are civilized while others are uncivilized. അപ്പം ഈ എന്താണ്, ആ ഒരു കാലഘട്ടത്തിൽ യൂറോപ്യൻ നവോത്ഥാനമായിട്ടൊരു കൊളോണിയൽ കാഴ്ചപ്പാടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് എക്സ്ട്രാ റീഡിംഗ് ആണ്, നിങ്ങൾ വായിച്ചു മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പം നമ്മൾ പറഞ്ഞു യൂറോപ്പ് കേന്ദ്രീകരിച്ചിട്ടാണ് നവോത്ഥാനം ആരംഭിച്ചത് എന്ന ഒരു ആശയം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അപ്പോൾ അതിനെതിരെയായിട്ട് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഈ നവോത്ഥാനം എന്ന് പറയുന്നത് യൂറോപ്പിൽ മാത്രമൊന്നുമല്ല, മറ്റു സ്ഥലങ്ങളിലും നവോത്ഥാനത്തിൻ്റെ തലങ്ങളുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ആരുടെയൊക്കെ വർക്ക്സ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോർജ് ജെയിംസിൻ്റെ സ്റ്റോളൻ ലെഗസി എന്ന് പറയുന്ന ഒരു ബുക്കിലും മാർട്ടിൻ ബെർണലിൻ്റെ ബ്ലാക്ക് അഥീന, ദ ആഫ്രോ ഏഷ്യാറ്റിക് റൂട്ട്സ് ഓഫ് ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നീ ബുക്കുകളിലൂടെ, എന്നീ ഗ്രന്ഥങ്ങളിലൂടെയൊക്കെയാണ് ഈ അഭിപ്രായം പങ്കുവെക്കുന്നത്. അതായത് യൂറോപ്പിൽ മാത്രമല്ല നവോത്ഥാനത്തിൻ്റെ ആവിർഭാവം മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ നമുക്കിത് കാണാൻ സാധിക്കും എന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്നു. യൂറോപ്പ് മാത്രം ശരിയും മറ്റെല്ലാം തെറ്റുമാണ്, അല്ലെങ്കിൽ യൂറോപ്യർ മാത്രം പരിഷ്കൃതരും മറ്റെല്ലാവരും അപരിഷ്കൃതരുമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കൊളോണിയൽ ചിത്രകാരന്മാർ ശ്രമിക്കുന്നതെന്ന് ഇവർ വാദിച്ചു വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് യൂറോപ്പ് മാത്രമല്ല ശ്രേഷ്ഠമായിട്ട് നവോത്ഥാനം ഉണ്ടായ സ്ഥലം, മറ്റു സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലും കോണ്ടിനെൻറ്റിലും ഒക്കെ
ഇതൊക്കെ വന്നിട്ടുണ്ട്. നവോത്ഥാനത്തിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. PSCക്ക് പഠിക്കുന്നവർ ആ പേരൊക്കെ ഒന്ന് ബുക്കിൻ്റെ പേരൊക്കെ ഒന്നും എഴുതിയ ആളുടെ പേര് ഒന്ന് പഠിച്ചു വെച്ചേക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ബ്രോട്ട് അബൌട്ട് ബൈ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദ പ്ലേഗ് ഇൻ ദ 14th century ഇൻ വേരിയസ് ഫീൽഡ്സ് ഇൻ യൂറോപ്പ്. അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായിട്ട് വരാം കേട്ടോ. എങ്ങനെയാണ് ഈ പ്ലേഗ് വന്നു, 14ാം നൂറ്റാണ്ടിൽ പ്ലേഗ് വന്നു, ഇതൊക്കെ എത്തരത്തിലാണ് യൂറോപ്പിൻ്റെ വിവിധ മേഖലകളെ സ്വാധീനിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതിൽ നിങ്ങൾ ഒരു 4-5 മിനിമം ഒരു 4-5 പോയിൻ്റ് നിങ്ങൾ പഠിക്കുക. ഒരുപാട് കാര്യം ഒരു പാരഗ്രാഫ് ഫുള്ള് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു 4-5 സെൻറ്റൻസ് നിങ്ങൾ പഠിച്ചോളുക. ഇനി കൂടുതൽ അത് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവർ പോയിൻ്റ് ആക്കി വെച്ച് പഠിച്ചോളുക. ഇത് നമ്മൾ സെൻറ്റൻസ് ഓരോ പോയിൻ്റ് ഇന്ന മേഖലയിൽ ഇങ്ങനെ ഒക്കെ മാറ്റങ്ങളുണ്ടായി എന്ന് നമ്മൾ പോയിൻ്റ് ആക്കി പഠിക്കുന്നതാണ് കുറച്ചുകൂടിയൊക്കെ എളുപ്പം. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ദ പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ ലിബർട്ടി ആൻഡ് സോഷ്യൽ യൂണിറ്റി ഓഫ് ദ സിറ്റീസ് ഫോസ്റ്റേർഡ് സിവിക് സെൻസ് ആൻഡ് സെൽഫ് റെസ്പെക്ട് എമംഗ് പീപ്പിൾ. Revived interest in the concepts of law and order and governance that had flourished in the ancient Roman Empire began to spread throughout Italy. A section of the population well versed in ancient Roman law and the Latin language turned their attention to commercial pursuits. This in turn sparked a renewed interest in classical languages, literature, institutions, and antiquity. Each city aspired to become a center of art and literature. Under the patronage of rulers and the clergy, people sought out, collected, and preserved the remnants of ancient Rome, including paintings, manuscripts, and architectural remains. The rulers realized that rather than waging wars, commissioning grand buildings and fostering art and literature would be a better way to leave a lasting legacy in the minds of the people. These are the different points related to that particular ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ പറ്റുന്ന ഇഷ്ടമുള്ള സെൻറ്റൻസ് വെച്ചിട്ട് പഠിച്ചോളുക. അതിലൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇതിലിപ്പോൾ 4, ചിലപ്പോൾ 2 മാർക്കിനായിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ 4 മാർക്കിനായിരിക്കാം. അപ്പോൾ മിനിമം ഒരു 4-5 പോയിൻ്റ് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇതിലെന്താണ് 14ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിൽ ഒരു പ്ലേഗ് വന്നപ്പോൾ ആ ജനതയിൽ, യൂറോപ്പിൻ്റെ വിവിധ മേഖലകളിൽ താമസിച്ചിരുന്ന ജനതയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. അതിലപ്പോൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് നഗരങ്ങളിലെ സമ്പത്ത്, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, സാമൂഹിക ഐക്യം തുടങ്ങിയവ ജനങ്ങളിലെ പൗരബോധവും ആത്മാഭിമാനവും വളർത്തി. ഒന്നാമത്തെ പോയിൻ്റ് അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചോളുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ളൊരു ബോധം, ജനങ്ങൾക്ക് അവിടെ താമസിക്കുന്നവർക്ക് അവരവരെ പറ്റിയിട്ടുള്ള ബോധവും ഒരു ആത്മാഭിമാനവും ഒക്കെ ഉണ്ടാകുകയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം. പിന്നെ പ്രാചീന റോമ സാമ്രാജ്യത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിരുന്നു. അത് ക്രമസമാധാനം, ഭരണകൂടം, ഇതൊക്കെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്നതാണ് റോമ സാമ്രാജ്യത്തിൽ. ഇതൊക്കെ ഈ ആശയങ്ങളൊക്കെ അവരുടെ ആ നല്ല ആശയങ്ങൾ, ആ റോമ സാമ്രാജ്യത്തിലുണ്ടായിരുന്ന നല്ല ആശയങ്ങളൊക്കെ ഇറ്റലിയിലേക്ക് പ്രചരിച്ചു. അതുപോലെ തന്നെ പ്രാചീന റോമൻ നിയമങ്ങളിലും ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യമുണ്ടായിരുന്ന വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു വിഭാഗം വാണിജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ പ്രാചീന റോമൻ നിയമങ്ങളെയൊക്കെ പറ്റി അറിയാവുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവർക്ക് ലാറ്റിൻ ഭാഷയിലും പാണ്ഡിത്യം ഉണ്ടായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ വിദ്യാസമ്പന്നരായിരുന്നു. അവർ വാണിജ്യ പ്രവർത്തനങ്ങൾ, കച്ചവടത്തിലൊക്കെ അവർ ഏർപ്പെട്ടു. തൽഫലമായി പ്രാചീന ഭാഷ, സാഹിത്യം, സ്ഥാപനങ്ങൾ, പൗരാണികത എന്നിവയിൽ ഇവർക്ക് താല്പര്യം ജനിച്ചു. ഇങ്ങനെ നമ്മളുടെ ആ ഒരു കൾച്ചറിനെ പറ്റി, എന്ന് വെച്ചാൽ റോമൻ കൾച്ചറിനെ പറ്റി കൂടുതൽ അറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇത്തരത്തിൽ പ്രാചീന ഭാഷയെ പറ്റിയിട്ടും ആ സാഹിത്യങ്ങളെ പറ്റിയിട്ടും അന്നുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ, പൗരാണികത, ഇതിനെയൊക്കെ പറ്റിയിട്ട് ഇവർക്ക് ഭയങ്കര അധികം താല്പര്യം ഉണ്ടായി. ഓരോ നഗരങ്ങളും
എന്താണ് കലകളുടെയും സാഹിത്യത്തിൻ്റെയും കേന്ദ്രങ്ങളാക്കാനായിട്ട് ആഗ്രഹിച്ചു. അപ്പം അന്ന് റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന പല നല്ല കാര്യങ്ങളും പിന്നീടും എന്താണ് കൊണ്ടുവരാനായിട്ട് ഇവർ ശ്രമിക്കുകയുണ്ടായി. പ്രാചീന റോമ നഗരത്തിലെ ചിത്രങ്ങളും കയ്യെഴുത്ത് പ്രതികളും കെട്ടിടാവശിഷ്ടങ്ങളും രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും നേതൃത്വത്തിൽ കണ്ടെടുത്ത് സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആ റോമ സാമ്രാജ്യത്തിൽ അന്ന് ആ റോമ സാമ്രാജ്യം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പിന്നീട് ശേഷിച്ച അവശിഷ്ടങ്ങൾ, അത് കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കയ്യെഴുത്ത് പ്രതികളൊക്കെ ഉണ്ടായിരുന്നു അന്ന് എഴുതപ്പെട്ടിരുന്ന, അതെല്ലാം ഈ രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ എന്താണ് അന്നത്തെ ആ പ്രാചീനതയെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തു. അപ്പോൾ ഇവർ വിചാരിച്ചൊരു കാര്യം, കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതും കലകളെയും സാഹിത്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതും യുദ്ധങ്ങളേക്കാൾ തങ്ങളെ ജനമനസ്സിൽ അനശ്വരരാക്കുമെന്ന് എന്ന് ഓർമ്മിപ്പിക്കുന്നവരാക്കുമെന്ന് ഈ രാജാക്കന്മാർ കരുതി. രാജാക്കന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോബി എന്താണ്? യുദ്ധത്തിന് പോവുക. അങ്ങനെ യുദ്ധത്തിന് പോയി വിജയിച്ച് എന്താണ് സാമ്രാജ്യ വികസനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ വിചാരിച്ചത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും കൂടുതൽ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ ഓർക്കാനായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ പഴയ കാലഘട്ടത്തിലെ റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പല കാര്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോവുക. അത് ആ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കുക, അന്നത്തെ കലകളെ അല്ലെങ്കിൽ സാഹിത്യത്തെയൊക്കെ വീണ്ടെടുത്ത് അത് വീണ്ടും ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത ഒരുപക്ഷെ ജനങ്ങൾ തങ്ങളെ കൂടുതലായിട്ട് പരിഗണിക്കുമെന്നും അവരുടെ മനസ്സിൽ നിലനിൽക്കുമെന്നും ഒക്കെ അന്നത്തെ രാജാക്കന്മാർ ഓർത്തു. ഇതൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പം ഇത് മനസ്സിലാക്കി പഠിച്ചു പൊക്കോളുക. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വെൽത്തി പാട്രോൺസ് ബ്യൂട്ടിഫൈഡ് ദെയർ പാരിഷ് ചർച്ച് ആൻഡ് ആക്റ്റീവ്ലി promoted the construction of monasteries and nunneries as well as cathedrals. അപ്പോൾ അന്ന് സമ്പന്നരായിട്ടുള്ള ആളുകൾ അവരുടെ ഇടവക ദേവാലയങ്ങൾ, അതാണ് പാരിഷ് എന്ന് പറയുന്നത് കേട്ടോ, പാരിഷ് ചർച്ചസ് എന്ന് പറയുന്നത്, അതൊക്കെ മോടി പിടിപ്പിക്കുകയും സന്യാസികൾക്ക് താമസിക്കാനായിട്ടുള്ള, സ്ത്രീകളും ഉണ്ടാവില്ല പുരുഷന്മാരും ഉണ്ടല്ലോ, അപ്പോൾ പുരുഷന്മാരാണ് സന്യാസികൾ, അപ്പോൾ അവർക്ക് താമസിക്കാനായിട്ടുള്ള മഠങ്ങൾ, ഇനി സ്ത്രീകളാണ് സന്യാസിനികൾ, അവർക്ക് താമസിക്കാനായിട്ടുള്ള മഠങ്ങൾ, കത്തീഡ്രലുകൾ എന്നിവയുടെ നിർമ്മാണത്തേക്ക് അന്നത്തെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചു. ഇതുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് വെക്കുക. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ഇറ്റാലിയൻ സിറ്റീസ് സച്ച് ആസ് ഫ്ലോറൻസ്, മിലാൻ, റോം ആൻഡ് വെനീസ്, patronage of the arts was considered a civic responsibility. അപ്പോൾ അതുകൂടി അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ എന്താണ്, ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ നഗരങ്ങളിൽ എന്താണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരൻ ധർമ്മമായിട്ട് അവർ കണക്കാക്കപ്പെട്ടു കേട്ടല്ലോ. അതിനകത്ത് അവർ പ്രോത്സാഹിപ്പിച്ചു എന്ന് വെച്ചാൽ ആ സ്ഥലങ്ങളിലൊക്കെ ഈ കലാകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന പൗരന്മാരുടെ ഒരു ധർമ്മമാണ് എന്ന ഒരു തരത്തിലെ കാര്യങ്ങളൊക്കെ അവിടെ വന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പ്ലേഗിൻ്റെ അനന്തരം അവിടെ യൂറോപ്പിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് യൂറോപ്പിനെ സ്വാധീനിച്ചത് അത്. ഇനി വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് 1900 പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അസസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ കോൺക്വസ്റ്റ് ഓഫ് ദ കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്സ് ഓൺ ദ ഇൻ്റലക്ച്വൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ഇറ്റലി. അതൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി തന്നെ പൊക്കോളുക. അപ്പോൾ നമ്മൾ നോക്കാനുള്ളത് 1453 എന്ത് സംഭവിച്ചു കോൺസ്റ്റാന്റിനോപ്പിൾ. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇൻ 1453 the Ottoman Turks conquered Constantinople, the capital of the Eastern Roman Empire. The city was a center of many scholars who possessed manuscripts of ancient Greco-Roman literary works. In the aftermath of the Turkish conquest, these scholars migrated to Italian cities, bringing their manuscripts with them. As a result, research and studies previously confined to the universities in the Middle Ages began to spread to libraries. The convergence of wealth and political freedom created a fertile ground for the artistic innovation and cultural experimentation. Consequently, novel ideas began to emerge in the cultural and intellectual spheres. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അപ്പോൾ 1453 കോൺസ്റ്റാന്റിനോപ്പിൾ
കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചു വെക്കുന്നുണ്ട് കേട്ടല്ലോ. തുർക്കികൾ 1453 നോട്ട് ചെയ്ത് പഠിച്ചോളുക. അത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. നേരത്തെ പറഞ്ഞ പ്ലേഗിൻ്റെ കൂടെ അത് കയറി പഠിക്കണ്ട. 1453 തുർക്കികൾ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു കേട്ടല്ലോ. നമ്മൾ കിഴക്കൻ റോമാ സാമ്രാജ്യവും ഉണ്ട്, പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യവും ഉണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞാണ്. ജസ്റ്റ് ഒന്ന് കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെ പറ്റി പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അത് തുർക്കികൾ 1453 പിടിച്ചടക്കി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രാചീന ഗ്രേക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കൈയെഴുത്ത് പ്രതികൾ ഒരുപാട് കൈവശം ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു. അപ്പോൾ പണ്ഡിതന്മാർ ഒരുപാട് താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്നത്. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? പണ്ടത്തെ ഗ്രീക്ക് റോമൻ സാഹിത്യകൃതികൾ ഒരുപാട് ഇങ്ങനെ കൈ കൊണ്ട് എഴുതിയതിൻ്റെ പ്രതികളൊക്കെ, അതിൻ്റെ ബുക്കുകളൊക്കെ ഇവരുടെ കൈവശം ഉണ്ടായിരുന്നു. അവർക്ക് ഈ ഒരു സാഹചര്യം വന്നപ്പോൾ, ഈ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമായും. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ ഈ കൈവശം ഉണ്ടായിരുന്ന ഈ കൈയെഴുത്ത് പ്രതികളുമായിട്ട് ഇവരെങ്ങോട്ട് പോകുന്നു? ഇറ്റലിയിലെ നഗരങ്ങളിലേക്ക് പോകുന്നു. ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് വന്നു. ആ ഒരു സമയത്ത് മധ്യകാലത്ത് സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്ന അന്വേഷണങ്ങളും പഠനങ്ങളും ഗ്രന്ഥാലയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. പണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ സർവകലാശാലയിൽ പോയിട്ടാണ് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നത്, പിന്നെ ഓരോ കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് വിവരങ്ങളൊക്കെ കിട്ടുന്നു. പക്ഷെ അതിപ്പം ഇവരുടെ ഒരു വരവോട് കൂടിയിട്ട് അതെല്ലാം ഗ്രന്ഥാലയങ്ങളിലേക്കൊക്കെ കിട്ടാനും തുടങ്ങി. സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായ പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കി. ഇപ്പം നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ നമുക്കിപ്പം എന്ത് വേണമെങ്കിലുമൊക്കെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പം ആകാശഗോളങ്ങളെയൊക്കെ പറ്റി പഠിക്കാനായിട്ടും അങ്ങോട്ടൊക്കെ സാറ്റലൈറ്റുകളൊക്കെ അയക്കാൻ നമുക്ക് സമ്പത്തുണ്ടെങ്കിലല്ലേ നടക്കത്തുള്ളൂ. അപ്പോൾ അന്നും സമ്പത്തും രാഷ്ട്രീയ സ്വാതന്ത്ര്യവും കലാപരമായിട്ടുള്ള പുരോഗതിക്കും സാംസ്കാരിക രംഗത്തെ പരീക്ഷണങ്ങൾക്കുമൊക്കെ വഴി ഒരുക്കാനായിട്ട് സഹായിച്ചു എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ അതോടെ സാംസ്കാരിക രംഗത്തും വൈജ്ഞാനിക മേഖലയിലും പുത്തൻ ആശയങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് തുടങ്ങി. അന്ന് വരെ തുടർന്നു പോകുന്നതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടായി. കുറേ നല്ല ആശയങ്ങളൊക്കെ സാഹിത്യത്തിലും വൈജ്ഞാനിക മേഖലയിലുമൊക്കെ കേട്ടല്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിനൊക്കെ ശേഷം എങ്ങനെയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു അതിന് മുന്നേ വരെ മനുഷ്യ കേന്ദ്രീകൃതമല്ലായിരുന്നു, ഇതിന് ശേഷമാണ് മനുഷ്യ കേന്ദ്രീകൃത. റിനൈസൻസിന് വന്ന ശേഷം, ഇപ്പോൾ പ്ലേഗൊക്കെ വന്ന ശേഷമാണ് ഒരു ഹ്യൂമനിസം എന്ന് പറയുന്ന ആശയത്തിലേക്ക് വഴിവെച്ചതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനി ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദ സെൻറ്റർ എന്ന് പറയുന്ന പാർട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. ഹ്യൂമൻ ബീയിങ്സ് അറ്റ് ദ സെൻറ്റർ, അതിനെപ്പറ്റി നമുക്ക് നോക്കാം. The Middle Ages were predominantly influenced by the philosophical school of thought known as scholasticism, which was deeply rooted in the Christian theology. Although scholasticism encouraged knowledge and research, it prioritized the divine and the afterlife. The concept of humanism emerged as the departure from Christian theology, emphasizing the significance of human experience, worldly life, and rational inquiry. Humanists highlighted the uniqueness, emotions, capabilities, literary expression, and communication skills inherent in humanity. This paradigm shift was founded on a transformation from a theological perspective to a human-centered outlook. Humanism also accommodated dissenting voices and criticism, questioning the authority of religious dogma and domination. During this period, people avidly read ancient Greco-Roman works. The era played a significant role in disseminating the ideas of the ancient Greek philosopher Aristotle throughout the Europe. Humanists produced works in regional languages and created paintings and sculptures in the Greco-Roman style. Although ancient Greco-Roman civilizations served as their primary source of inspiration, the humanist perspective was distinctly different.
Greco-Roman art depicted gods, the wealthy, and the powerful in all its beauty and splendor. However, Renaissance art represented human beings in all its naturalness. The numerous works of art and literature produced during the Renaissance period bear testimony to this shift. Humanism later became a source and inspiration for transformative changes across various spheres, including painting, architecture, literature, politics, history, science, and religion. The Renaissance, in essence, embodies these changes. Next, extra reading, Aristotle. Aristotle was a philosopher who lived in ancient Greece. His ideas paved the background for new questions and debates in the Renaissance period. His works, translated into Latin and regional languages in the 12th and 13th centuries, were widely disseminated throughout Europe. The significance Aristotle placed on the pursuit of truth, coupled with the profound depth of his scholarly endeavors, accounted for the immense interest in his ideas. ഇതിനെപ്പറ്റി നമുക്ക് നോക്കാം, എങ്ങനെയായിരുന്നു മനുഷ്യർ കേന്ദ്രീകൃതമാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു, മധ്യകാല ലോകത്തിൽ പ്രധാനമായിട്ട് സ്വാധീനിച്ചിരുന്നത് സ്കൊലാസ്റ്റിസിസം എന്നറിയപ്പെടുന്ന തത്വശാസ്ത്രമായിരുന്നു കേട്ടോ. അതൊരു തത്വശാസ്ത്രമാണ് സ്കൊലാസ്റ്റിസിസം എന്ന് പറയുന്നത്. എന്താണ് സ്കൊലാസ്റ്റിസിസം? അപ്പോൾ എന്താണ് സ്കൊളാസ്റ്റിസിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എഴുതിക്കൊള്ളുക. എന്ത് പറയുക? മധ്യകാല ലോകത്ത് പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു ദർശനമായിരുന്നു, അല്ലെങ്കിൽ ഒരു തത്വശാസ്ത്രമായിരുന്നു സ്കൊളാസ്റ്റിസിസം എന്ന് പറയുന്നത്. ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും ദൈവത്തിനും പരലോകത്തിനുമാണ് ഊന്നൽ നൽകിയതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ എന്താണ് സ്കൊളാസ്റ്റിസിസത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമായിട്ടുള്ള ഒരു തത്വശാസ്ത്രം. അവിടെ എന്തിനൊക്കെ പ്രോത്സാഹനം കൊടുത്തിരുന്നു? വിജ്ഞാനത്തിന്, നമുക്ക് അറിവ് നേടുന്നതിനൊക്കെ പ്രോത്സാഹനം കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അന്വേഷണങ്ങൾ, ഓരോന്നിനൊക്കെ കണ്ടെത്താനായിട്ടൊക്കെ പ്രോത്സാഹനം കൊടുത്തിരുന്നു. പക്ഷെ അങ്ങനെ പ്രോത്സാഹനമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവിടെ ആർക്കാണ് കൂടുതൽ പ്രാധാന്യം? ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും മാറി അപ്പം മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. അപ്പോൾ അന്ന് വരെ സ്കൊളാസ്റ്റിസിസത്തിനായിരുന്നു മധ്യകാല ലോകത്ത് പ്രാധാന്യം. പിന്നീട് എന്താണ് നമ്മൾ കണ്ടു, ഈ ഹ്യൂമനിസം എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടു? അതിന് പല പല ഘടകങ്ങളും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ വന്നു അല്ലേ, വാണിജ്യവൽക്കരണം വന്നു, നമ്മുടെ ഈ അന്നത്തെ ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നു, അതോടൊപ്പം ബ്യൂബോണിക് പ്ലേഗ് വന്നു. ഇതൊക്കെ വന്ന ശേഷമാണ് മനുഷ്യരെ പറ്റി കൂടുതൽ ചിന്തിക്കാനായിട്ടും മനുഷ്യ കേന്ദ്രീകൃതമാകുന്ന തലങ്ങളിലോട്ടൊക്കെ പോയത് നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ സ്കൊളാസ്റ്റിസിസം മാറി മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിലേക്ക് പോകുമ്പോൾ നമ്മൾ കാണാൻ സാധിക്കുന്നത് മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. അപ്പം മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലമാണ് ഇഹലോകം എന്ന് പറയുന്നത്, മരിച്ചു ചെല്ലുന്നതാണ് പരലോകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ജീവിക്കുന്ന ആ ലോകത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, യുക്തിചിന്തയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നതൊക്കെയാണ് ഏത് ആശയവുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തി പറയാൻ സാധിക്കുന്നത്? മാനവികത എന്ന് പറയുന്ന ആശയവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിക്കുന്നു. പ്രാധാന്യം കൊടുത്തു മാനവികവാദികൾ, അല്ല മാനവിക സിദ്ധാന്തത്തിൽ പ്രാധാന്യം കൊടുത്തു. അനന്യത, യുണീക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തനാണ്. അപ്പോൾ ആ വ്യത്യസ്തത, ഒരാളിൽ കാണുന്ന വ്യത്യസ്തത മറ്റൊരാളിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കത്തില്ല. ആശയങ്ങളിലും അതുപോലെ തന്നെ ഉള്ള എല്ലാത്തിലുമുള്ള വ്യത്യസ്തത, അതാണ് അനന്യത എന്ന് പറയുന്നത്. അപ്പം അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്തുകൾ, അതുപോലെ തന്നെ സംഭാഷണം, ഇതെല്ലാം ഇതിനെല്ലാം ഊന്നൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മാനവികതാവാദികൾ പറഞ്ഞിട്ടുള്ളത്, മാനവികത സിദ്ധാന്തത്തിൽ. അപ്പോൾ അതൊക്കെ പോയിൻ്റാണ്, അടയാളപ്പെടുത്തി വെച്ചോളുക. ഇനി ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമാണ് ഇതിൻ്റെ അടിസ്ഥാനം. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്കൊളാസ്റ്റിസിസത്തിൽ ആർക്കാണ് പ്രാധാന്യം വരുന്നത്? ദൈവത്തിനാണ് പ്രാധാന്യം. അപ്പോൾ ഹ്യൂമനിസത്തിലോ അവിടെ ആർക്കാണ് പ്രാധാന്യം? മാനവികവാദത്തിൽ മനുഷ്യന് കേന്ദ്രീകൃതം. ഒന്ന് ദൈവ കേന്ദ്രീകൃതം, മറ്റൊന്ന് മനുഷ്യ കേന്ദ്രീകൃതം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ദൈവത്തെ ഒന്നും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം പറയുന്ന എന്താണോ ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷേ ഇവിടെ വരുമ്പം മാനവികവാദത്തിൽ വരുമ്പോൾ എന്താണ്, നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് വിയോജിക്കാമെങ്കിൽ വിയോജിക്കാം, നമ്മുടെ വിമർശനങ്ങളൊക്കെ രേഖപ്പെടുത്താം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മതത്തിൻ്റെ ആധിപത്യത്തെ അവർ ചോദ്യം ചെയ്യത്തില്ലേ? അങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ എവിടെ ഉണ്ടായി? മാനവിക വാദത്തിൽ ഉണ്ടായെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത് പ്രധാനപ്പെട്ടതാണ്. ഒന്ന് സ്കൊളാസ്റ്റിസിസം, മറ്റൊന്ന് എന്താണ് ഹ്യൂമനിസം. അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ്, നിങ്ങൾ അത് പോയിൻ്റായിട്ട് തന്നെ പഠിച്ചോളുക കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ ഗ്രെക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വായിക്കുകയും അതൊക്കെ വളരെ താല്പര്യത്തോടു കൂടി അവർ വായിച്ചപ്പോൾ അവരുടെ മനസ്സിനെ ഒരുപാട്, ജീവിതത്തേക്ക് ഒരുപാട് സ്വാധീനിച്ചു അത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന തത്വചിന്തകൻ, ഗ്രീക്ക് തത്വചിന്തകനാണ്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവിടെ പ്രചരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ആ ആശയങ്ങൾ യൂറോപ്പിലേക്ക് മൊത്തത്തിൽ അറബികൾ പ്രചരിപ്പിച്ചു കേട്ടോ. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങൾ അറിയാൻ തുടങ്ങി ആര് വഴിയായിട്ട്? അറബികൾ വഴിയായിട്ട് യൂറോപ്പിൽ മൊത്തത്തിൽ പ്രചരിച്ചു. അപ്പോൾ മാനവികതാവാദികൾ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും ഗ്രെക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അത് പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെച്ചോളുക. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രെക്കോ റോമൻ സംസ്കാരങ്ങളിലായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. അപ്പോൾ ഈ ഹ്യൂമനിസത്തിൻ്റെ ആൾക്കാർ എന്താണ്, അവരുടേതായിട്ടുള്ള പ്രാദേശിക ഭാഷയിൽ കൃതികളൊക്കെ രചിച്ചു. പിന്നെ പണ്ടത്തെ ഗ്രീക്ക് റോമൻ സ്റ്റൈലിലൊക്കെ ഗ്രെക്കോ റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ സ്റ്റൈലിലുള്ള ചിത്രങ്ങളൊക്കെ അവർ വരയ്ക്കുകയും ശില്പങ്ങളൊക്കെ നിർമ്മിക്കുകയും ഒക്കെ ചെയ്തു. അപ്പം ഇവരുടെ ഒരു എന്താണ് കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഇവർക്ക് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം ഏത് സംസ്കാരമാണെന്ന് ചോദിച്ചാൽ ഗ്രെക്കോ റോമൻ അല്ലെങ്കിൽ ഗ്രീക്ക് റോമൻ സംസ്കാരമായിരുന്നെങ്കിലും അന്ന് നിലനിന്നിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതായത് ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു മിഡീവൽ പീരീഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ ഗ്രെക്കോ റോമൻ കല ദൈവത്തെ സമ്പന്നരെയും ശക്തരെയും ചിത്രീകരിച്ചിരുന്നത്, അത് പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഗ്രീക്ക് റോമൻ കലകളെന്ന് പറയുമ്പോൾ അവിടെ ആരെയൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വരച്ചിരുന്നത്? ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയൊക്കെ ആയിരുന്നു. രൂപങ്ങൾ പൂർണ്ണ സൗന്ദര്യത്തോടെ ആവിഷ്കരിക്കാനായിട്ടാണ് അവർ ശ്രമിച്ചത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ രൂപങ്ങളൊക്കെ പൂർണ്ണ സൗന്ദര്യത്തോട് കൂടിയിട്ട് വളരെ ഭംഗിയോട് അവർ ആവിഷ്കരിച്ചു. എന്നാൽ നവോത്ഥാന കാലത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പം മനുഷ്യരെയാണ് സ്വാഭാവികമായിട്ട് ചിത്രീകരിച്ചത് കേട്ടല്ലോ. മനുഷ്യരെ സ്വാഭാവികമായിട്ട് ചിത്രീകരിക്കാനായിട്ട് നവോത്ഥാന കാലഘട്ടത്തിൽ സാധിച്ചു. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ സാഹിത്യ സൃഷ്ടികളിലൊക്കെ മനുഷ്യരെ സ്വാഭാവികമായിട്ട്, ദൈവത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു, മനുഷ്യരെ സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കാനായിട്ട് ചിത്രീകരിക്കാനായിട്ടൊക്കെ അവർ ശ്രമിച്ചു. പിന്നെ അതുപോലെ തന്നെ മാനവികത പിൽക്കാലത്തെ ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ വിവിധ മേഖലകളിൽ മാറ്റങ്ങളും പ്രചോദനവും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സ്രോതസ്സായിട്ട് മാറിയെന്ന് പറഞ്ഞു വെച്ചിരിക്കും. ഇത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഹൗ ഡിഡ് ദ എമർജൻസ് ഓഫ് ഹ്യൂമനിസം ഇമ്പാക്ട് ദ കോഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി? എങ്ങനെയാണ് ഈ ലോക ചരിത്രത്തെ ഈ ഹ്യൂമനിസത്തിൻ്റെ ഇത് വന്നതോടുകൂടി മാറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്കത് ഈ പറയുന്ന പോയിന്റുകളൊക്കെ നമുക്കവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഈ പറഞ്ഞ എല്ലാ പോയിന്റുകളും, അതായത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റുകളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ സെൻറ്റൻസുകളൊക്കെ ആക്കി, വലിയ സെൻറ്റൻസുകളെല്ലാം ചെറിയ സെൻറ്റൻസുകളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തി അത് വെച്ച് പഠിച്ച് എഴുതി വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഈ കാണുന്ന ഫുൾ അങ്ങോട്ട് പഠിക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ആ മനസ്സിലായ കാര്യങ്ങൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. അതായത് ടെക്സ്റ്റിൽ അച്ചടിച്ച പോലെ അങ്ങനെ തന്നെ എഴുതണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് നിങ്ങളുടെ ചിന്തയിൽ അതെങ്ങനെ വന്നു എന്നും അത് നിങ്ങൾക്ക് എങ്ങനെ എഴുതി ഫലിപ്പിക്കാൻ പറ്റും, അവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അരിസ്റ്റോട്ടലിൻ്റെ ഒരു എക്സ്ട്രാ റീഡിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം നമ്മൾ പറഞ്ഞു ഗ്രീക്ക് ചിന്തകനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തി എന്ന് നമ്മൾ കണ്ടതാണ്. പുതിയ ചോദ്യങ്ങൾക്കും സംവിധാനങ്ങൾക്കുമൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയങ്ങൾ പശ്ചാത്തലം ഒരുക്കി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ 12-13 നൂറ്റാണ്ടുകളിൽ ഇദ്ദേഹത്തിൻ്റെ കൃതികൾ
എന്താണ് ലാറ്റിൻ ഭാഷയിലും ലത്തീനിലും പ്രാദേശിക ഭാഷകളിലുമൊക്കെ വിവർത്തനം ചെയ്ത് അത് പ്രചരിച്ചു. അതുപോലെ തന്നെ സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും എന്താണ് പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായിട്ട്. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയിട്ടുള്ള പ്രാധാന്യമാണ് ഈ ഇത്തരത്തിലുള്ള കൃതികൾ പ്രചരിക്കാനായിട്ടും അത് പഠന വിധേയമാക്കാനായിട്ടും വ്യാപ്തി വർദ്ധിക്കാനൊക്കെ കാരണമായെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നിലവിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ രീതി നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ ഇങ്ങനെ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് ഇംഗ്ലീഷ് എടുത്ത് പറഞ്ഞു തരണോ എന്നൊക്കെ നിങ്ങൾ അഭിപ്രായം പറഞ്ഞോളുക. ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താല്പര്യമാണെങ്കിൽ ലൈക്ക് തരിക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തി ചോദിച്ചാൽ അതിന് മറുപടി തരാം.